ഹലോ. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയ ഒരു ഡെയിലി വ്ളോഗ് ആയല്ലോ. കുറേ കാലം ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് ഡെലിവറിക്ക് ശേഷം ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഏട്ടനൊക്കെ എണീച്ച് വന്നു. ആദ്യം ഞാനാണ് എണീറ്റ് കേട്ടോ. പിന്നെ അവൾക്ക് ഫീഡ് ചെയ്തിട്ടൊക്കെ എണീറ്റുകൊണ്ട് പിന്നെ ഇപ്പോൾ അവൾ എണീക്കുമ്പോൾ ഇനി ഫീഡൊന്നും ഇപ്പോൾ പെട്ടെന്ന് ചെയ്യണ്ട. അപ്പോൾ എണീറ്റ് ഞാൻ അമൃതം പൊടിയൊക്കെ കാച്ചി ആണ് ഇന്നത്തെ ഫുഡ്. അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ മധുരമൊന്നും ഇടത്തില്ല, ജസ്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ട് കാച്ചി വയ്ക്കും. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, മുട്ട അതിൻ്റെ കൂടെ കഴിക്കണം. അങ്ങനെ അവൾ എണീറ്റു, ജസ്റ്റ് ഒന്ന് മാക്കി കിടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സുബു വന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ കണ്ട അന്നേരം നോക്കൂ, പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ക്ലാസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അമൃതം പൊടി വേണോ വേണമെങ്കിൽ ഒരു കൂക്കിൽ കൂക്കിക്കോ. ഓ അങ്ങനെ അടുത്ത് നമുക്ക് ഇവളെ കുളിപ്പിച്ചെടുക്കാം. അതാണ് ഒരു വലിയ ആ ഒരു പണി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ഫ്രീ ആയി. അവൾ പിന്നെ കിടന്ന് ഉറങ്ങിക്കോളും. ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഉറങ്ങും. അപ്പോൾ ആ സമയത്ത് എനിക്ക് പണിയൊക്കെ എടുക്കാം. എന്നാ നോക്കുന്നേ? എന്താ നോക്കുന്നേ? ഞാന് ഇവൾക്ക് ചോറ് കൊടുക്കുന്ന സമയം ആയി വരുന്നു. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കാത് കുത്തണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അമ്മമ്മ 28-ന് തന്നത് റിങ് കമ്മലാണ്. അപ്പോൾ നോർമൽ കാത് കുത്തുന്ന രീതിക്കാണെങ്കിൽ ആ ഒരു റിങ് വെച്ച് കുത്താൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റഡ് വാങ്ങണം. അപ്പോൾ ഇന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജിത്തുവാനും സുബുവും വീട്ടിൽ സാധനം എടുക്കാൻ പോയിട്ടുള്ളത്, വാഷിംഗ് മെഷീൻ ഒരു ബ്യൂറോ ഒക്കെ എടുക്കാൻ പോയിട്ടുള്ളത്. ഇവിടെ പാത്രമൊക്കെ വെക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതൊക്കെ എടുക്കണം. പിന്നെ അമ്മയും അച്ഛനും ഇപ്പോഴും ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഷിഫ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ സാധനം അതുകൊണ്ട് എടുത്തിട്ടുമില്ല. എന്നെ അങ്ങോട്ട് നോക്കുന്നത്? അവിടെ ആരോ ഉള്ളേ? ഇങ്ങോട്ട് വാ. ചുന്തിരിയായ ചുന്തിരി കുട്ടിയായ? ഓ ഇല്ല കേട്ടോ, എന്നാലും ആയിട്ടില്ല. കാണുന്നില്ല അല്ലേ? ഇപ്പോ നമ്മൾ ഉറങ്ങാൻ പോന്നാണേ. പിന്നെ എനിക്ക് കുറച്ച് കുറച്ചല്ല, ഉച്ചക്കത്തെ ഒരു ഫുഡ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. ഇവളെ ഒന്ന് കിടത്തി ഉറക്കി വിട്ട് വേണം അത് സ്റ്റാർട്ടാക്കാൻ. ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ കുളിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കുറച്ചധികം സമയം കിടന്നുറങ്ങും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വലിയ പണികളൊക്കെ എടുക്കാം.
കിട്ടിയാ? ഇതെന്നാ ഇത്രയും വലിയ വാഷിംഗ് മെഷീനാ? ഇത്രയും വലുതാ വാഷിംഗ് മെഷീൻ? ഓ, അൽമാറ വേണമെന്നാ. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടനും സുഖവും കൂടി നമ്മുടെ വാഷിംഗ് മെഷീനും ചെറിയൊരു വ്യൂറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉച്ചക്കിലത്തെ പരിപാടി ഞാൻ സ്റ്റാർട്ടാക്കട്ടെ. എന്തൊക്കെയോ ആക്കാനുണ്ട്. നെയ്ച്ചോറ്, ഉള്ളിക്കറി, പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത്, ഇതാക്കാനാണ് ഇന്നത്തെ പ്ലാൻ. ഇത് എയർ ഫ്രയറിലിട്ടിട്ട് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എയർ ഫ്രയറിൽ ഇങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് പൊരിക്കുന്നത്. സാധാരണ ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പരിപാടി. അപ്പോൾ ക്യൂബാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിക്കറി ആക്കുമ്പോഴത്തേക്കും ഇതിൽ മസാലപ്പൊടികളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാത്തരം മസാലപ്പൊടിയും, നമ്മൾ ഈ ചിക്കനൊക്കെ പൊരിക്കാൻ നമ്മൾ മസാലപ്പൊടി ഇട്ടില്ല, അതുപോലെ എല്ലാ മസാലപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി അടക്കം ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി കുറച്ച് അരിപ്പൊടി, പിന്നെ കുറച്ചൊരു അതായത് നൈസായിട്ടുള്ള പത്തിരിപ്പൊടി പോലത്തെ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പെരക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിക്കറിക്കുള്ള ഉള്ളി ഓൾറെഡി മുറിച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അതൊക്കെ ഒന്ന് മുറിക്കാം. അപ്പോൾ ഉള്ളിക്കറി ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. ഇതൊന്ന് പെട്ടെന്നായി വരാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നല്ലോണം റോസ്റ്റാക്കി എടുക്കാം. ഞാൻ നല്ലോണം വഴറ്റും ഉള്ളി കേട്ടോ. മുട്ടക്കറിക്കാണെങ്കിലും എന്താണെങ്കിലും ഞാൻ നല്ലോണം ഉള്ളി വഴറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിയിലെ എല്ലാ മസാലപ്പൊടികളും ഇട്ട് റോസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളമേ തീരെ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒരു തുള്ളിയോ മറ്റോ നനച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം. അതിലൊരുവിധം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതിൽ ട്രിപ്പിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, അത്ര കുറച്ചേ ഉള്ളൂ. പിന്നെ ഇടയിൽ റൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ വേവാൻ. അപ്പോൾ എയർ ഫ്രയറിൽ നമുക്കിതൊരു 10 മിനിറ്റ് സെറ്റാക്കി വെച്ച് നോക്കാം. അങ്ങനെ അത് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കപ്പോൾ ബാക്കിയുള്ള പരിപാടി നോക്കാം. കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടന് പോകാൻ ടൈമായി. സംഭവം വെന്തിട്ടില്ല, എന്തോ ഒരു ഉള്ളിൽ അങ്ങ് വെന്തിട്ടില്ല കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞു, പക്ഷെ വെന്തില്ല. നമുക്കൊരു 10 മിനിറ്റ് കൂടി ഒന്ന് തിരിച്ച് വെച്ച് നോക്കാം. റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പം ഇത് ഉരുളക്കിഴങ്ങ് അല്ലാതെ ബാക്കി ഉള്ളിക്കറി അല്ല, മുട്ടക്കറിയും ഇതും കൂടി ഏട്ടന് കൊടുത്ത് ഏട്ടന് ക്ലാസ്സിന് വിടാം. അതിൻ്റെ ഇടയ്ക്ക് ആളൊന്ന് ഉറക്കം ഞെട്ടിയായിരുന്നു. പിന്നെ ഏട്ടനാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഇനി ഏട്ടൻ ക്ലാസ്സിന് പോകാൻ നിൽക്കുവാണ്. ഇനി ഞാൻ ഹാൻഡിൽ ചെയ്യണം. അവളെ ഒന്നും കൂടി കിടത്തി ഉറക്കണം. പിന്നെ എന്തൊക്കെയോ പണിയുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കണം, എഡിറ്റ് ചെയ്യണം, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, വാഷ് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു ലോഡ് പണിയുണ്ട്. ഫോൺ കണ്ട കരച്ച നിർത്തിക്കോളൂ അല്ലേ? അല്ലേ? അങ്ങനെ ഉറങ്ങിയില്ല, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചൊരു മയക്കത്തിലാണ്. ഉറങ്ങുമെന്ന് വിചാരിക്കാം, കാരണം നേരത്തെ ഉറങ്ങിയത് അത്ര ഇങ്ങോട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് 1 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങണം. ഉറങ്ങിയാലേ നടക്കുകയുള്ളൂ, എന്നാലേ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കുട്ടി ഉറങ്ങിയിട്ടൊന്നുമില്ല, വീണ്ടും എണീറ്റു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും എണീറ്റു. ഇനിയിപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഈ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ഇവളെ ഇങ്ങനെ കാണിച്ച് എൻ്റർടൈൻ ചെയ്ത് കഴിക്കേണ്ടി വരും. കുറച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. അവളവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ആ 10 മിനിറ്റ് കഴിഞ്ഞു. അത് വെന്തിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം വലിയ കുഴപ്പമില്ല. ഇനി ഫുഡ് കഴിക്കാം. നമ്മൾ അടുത്തിരുന്ന് ഫുഡ് കഴിച്ചാൽ ഇവർക്ക് ഇങ്ങനെ ബഹളം വെക്കാതെ നോക്കിയിരിക്കും. എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കേണ്ട ടൈമാണ്. അപ്പോൾ ഈ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ കുറച്ചൊക്കെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്. അവരുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഒന്ന് സെറ്റായി വരും നമുക്കിങ്ങനെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് ഇപ്പോഴും അധികം ഫുഡൊക്കെ കഴിക്കാറ്. കുറച്ച് ആ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് വരട്ടെ വിചാരിച്ചിട്ട്. കഴിഞ്ഞു, ഫുഡ് കഴിഞ്ഞു. മതിയാ?
മതിയാ? അങ്ങനെ എങ്ങനെയൊക്കെയോ കിടത്തി ഉറക്കി ഞാൻ. ഇനി കുറച്ച് എഡിറ്റ് ചെയ്യാം. നേരത്തെ കുറച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഏട്ടൻ ഒരു ക്ലാസ്സും കൂടി പോവും. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് പുറത്ത് പോകാൻ, കമ്മൽ വാങ്ങിക്കാൻ പോകാൻ. അപ്പോൾ ഇവൾ ഉറങ്ങുന്ന ഈ ടൈം കൊണ്ട് ഞാനൊന്ന് കുളിച്ച് വരാം. ഇനി ഏതായാലും റെഡി ആയിരിക്കാം. 7 o'clock പോകാമെന്നാണ് പറഞ്ഞത്. 7 മണിക്കെങ്കിലും പോയാലാണ് നമുക്ക് വല്ല ജ്വല്ലറി ഓപ്പണായിട്ട് കിട്ടുള്ളൂ. 8:30 ആകുമ്പോൾ എല്ലാം ക്ലോസ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുത്തുന്നതായതുകൊണ്ട് കുറച്ച് നോക്കി സെലക്ട് ചെയ്തിട്ടൊക്കെ തന്നെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് അങ്ങ് വാങ്ങിച്ചു വന്നാൽ പിന്നെ അവൾക്ക് സൂട്ടായിട്ടില്ലെങ്കിലും ഇയറിങ്. ഞാൻ റെഡിയായി. ഇനി ഇവളെ റെഡിയാക്കണം. പോവാ നമുക്ക്. കുഞ്ഞാപ്പൂ പോവാ നമുക്ക്. 7 മണിക്ക് വരാൻ പറഞ്ഞ ആള് വന്നത് 8 മണിക്ക്. ഇനി അവിടെ പോയി എന്ത് സെലക്ട് ചെയ്യാനാണ്? ഇങ്ങോട്ടോക്ക്. ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ, ക്ലോസ് ആയിട്ടാണെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വിചാരിച്ചാൽ അങ്ങനെ ഇറങ്ങിയിട്ടാണ് ഉള്ളത്. ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ, ക്ലോസ് ആയിട്ടാണെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വിചാരിച്ചാൽ അങ്ങനെ ഇറങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ പിന്നെ ക്യാപിറ്റൽ മാളിൽ പോകാൻ വിചാരിച്ചു. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ വാങ്ങിക്കാം, അങ്ങനെ രീതിക്ക്. എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റിയിരുന്നതല്ലേ. ഇവളെയും കൊണ്ട് നമ്മൾ അങ്ങനെ കറങ്ങാനൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അധികം നൈറ്റൊക്കെ പോകുമ്പോൾ ഇവൾക്ക് ഭയങ്കര വാശിയായിരിക്കും. പക്ഷെ ഇന്നെന്തോ അത്ര വലിയ വാശിയൊന്നുമില്ല. ലൈറ്റ്സൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് തോന്നുന്നു. അങ്ങനെ കുറച്ചിങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാക്സിൽ കയറാൻ വിചാരിച്ചു. ഏട്ടൻ എന്തെങ്കിലുമൊക്കെ നോക്കാം, പാൻസൊക്കെ നോക്കാം. നല്ല പാൻസൊക്കെ കുറേ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും നോക്കുന്നില്ല. നോക്കിയാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കും. അപ്പോൾ പിന്നെ ഞാൻ നോക്കുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ പ്രിൻറ്റഡ് ഷർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏട്ടന് തീരെ ഇഷ്ടമല്ല. ഞാൻ കാണിക്കുന്നതൊന്നും ആൾക്ക് ഇഷ്ടമാവില്ല. പാൻസിൽ ഗേൾസിന് പറ്റിയ കുറേ പാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ജെൻസിൻ്റെ പാൻസ് തപ്പിക്കഴിഞ്ഞാൽ കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് കിട്ടും തോന്നുന്നു. അപ്പോൾ ഇനിയൊക്കെ പാൻസ് വാങ്ങുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ വിചാരിക്കുന്നു. ഒരു 2 പാൻറ്റ് സെലക്ട് ചെയ്തിട്ടിട്ട്, ഒന്ന് എൻ്റെ സെലക്ഷൻ, ഒന്ന് ഏട്ടൻ്റെ സെലക്ഷൻ. എനിക്ക് ആ ഗ്രീനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അത് എൻ്റെ സെലക്ഷൻ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിൽ കയറി. എനിക്ക് ഷോപ്പ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കുറേ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ, പിന്നെ കിച്ചണിൽ എല്ലാം നമ്മൾ വീട്ടിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളെന്ന് പറഞ്ഞ പോലെ നല്ല നല്ല സാധനം. ഈ ഒരു ഇത് എനിക്ക് ഗ്ലാസ് ഭയങ്കര ഇഷ്ടമായി. നനുവിന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൾ ഈ പ്രായത്തിൽ ഇപ്പോൾ ഒന്നും വെക്കത്തില്ല, തട്ടിക്കളി എന്തായാലും. പിന്നെ അത് കുറച്ച് വലിയ സൈസുമാണ്. ഇത് വലുതാണ്. ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണം, കുറേ കാലമായി വിചാരിക്കുന്നു. എൻ്റെ ഡെലിവറി അല്ല, പ്രഗ്നൻസി സമയത്തൊന്ന് വാങ്ങിച്ചത്. ഇപ്പം അടുത്തായിട്ട് പൊട്ടിപ്പോയി. പിന്നെ ഈ ഒരു ഹുക്ക് കാറിലൊക്കെ ഹാങ് ചെയ്യുന്ന ടൈപ്പ് സാധനം. അടിപൊളി. ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ്ലെസ് ആവില്ലേ? ഇവക്ക് കാറിലൊന്നും പോകുമ്പോൾ
യൂസ് ചെയ്യാം പഠിപ്പിക്കാൻ. അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്, അതറിയാ? ബുക്ക് വാങ്ങിച്ചിട്ട് ഓരോ പിക്ചേഴ്സ് ഉള്ള ബുക്ക് വാങ്ങിക്കുക, എന്നിട്ട് അത് നമ്മൾ കാണിച്ച് മറിച്ച് കാണിച്ച്. അങ്ങനെ അവൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ബില്ല് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകാം. ഇനി വീട്ടിൽ പോയി ഫുഡ് വയ്ക്കാനൊന്നും ടൈമില്ല. അപ്പോൾ പോകുമ്പോൾ വാങ്ങിച്ചിട്ട് വേണം പോകാൻ. എവിടെയും കയറിയിരുന്ന് കഴിക്കാനുള്ള ക്ഷമയൊന്നും ഇവയ്ക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഫുഡൊക്കെ വാങ്ങി വീട്ടിലെത്തണം. ഫുഡ് പാർസൽ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ബർഗറാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന കാര്യങ്ങൾ ഒന്നും നടന്നില്ല. ജ്വല്ലറി പോകണം വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പം നാളെ പോകണം. നാളെ പോയിട്ട് വാങ്ങിച്ച് അവിടെ തട്ടാനുണ്ടെങ്കിൽ ടൈമും കൂടി സെറ്റാണെങ്കിൽ, ഇപ്പം നമ്മൾ ജോൽസിനൊക്കെ നോക്കി ടൈമൊക്കെ ഇപ്പം നോക്കുമല്ലോ കുത്താൻ വേണ്ടി. അപ്പോൾ അതൊക്കെ നോക്കി ടൈമും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ കാതിൽ കുത്തണം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ കയറിയ വഴി അവൾ ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കൊരു 10 മിനിറ്റ്സൊക്കെ നമ്മൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ വിട്ടാൽ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറാണ്, പിന്നെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കിടന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല ടൈമാണ്, നല്ല മൂഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഞാൻ രാത്രി വീഡിയോ കോൾ വീട്ടിലോട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ വീഡിയോ കോൾ ഓണാക്കി വെച്ച് അങ്ങ് പോവും. അവർ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ കോളിൽ സംസാരിച്ചും വേണ്ടിയൊക്കെ നിൽക്കും. അവളിങ്ങനെ ഫോണിൽ നോക്കും, ദൂരെ വെക്കുകയുള്ളൂ, അടുത്തൊന്നും വെച്ച് കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും വീഡിയോ കോൾ ചെയ്താലോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിയാറായി. അപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളും ഒന്നുമേ അല്ല നടന്നത്. അപ്പോൾ മോസ്റ്റ്ലി എനിക്ക് നാളെ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നാളെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം, ഇവള് കാതുകുത്തുന്ന വീഡിയോ ആയിരിക്കാം. അപ്പോൾ നമുക്കിനി ആ വീഡിയോയിൽ കണ്ടാലോ.